ഇതാണ് നമ്മുടെ ഹോട്ടൽ സീ വ്യൂ. സൗത്ത് കാർ സ്ട്രീറ്റ് എന്ന് പറയും. അവിടുന്ന് ഈ കാണുന്നതാണ് നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്ന വഴി, സൺറൈസ് പോയിന്റിലേക്ക് പോകുന്ന വഴി. അടുത്ത് തന്നെയാണ്, ഒരു 120 മീറ്റേഴ്സ് അമ്പലത്തിലേക്ക്. അമ്പലത്തിൻ്റെ സ്ട്രീറ്റിന് പേര് സനീതി സ്ട്രീറ്റ്. ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ഇത് ഹോട്ടൽ സാഗർ. ഇപ്പുറത്ത് സീ വ്യൂ ഉണ്ട്, ഇപ്പുറത്ത് സീ ഫേസ് ഉണ്ട്. ഇത് ഹോട്ടൽ സീ ഫേസ്. നമ്മൾ സീ വ്യൂലാണ്, നമുക്ക് സീ വ്യൂയിലേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ പാർക്കിങ്. അത്യാവശ്യം ഓക്കെ പാർക്കിങ്ങാണ്. ഇന്നിപ്പോൾ ഫുള്ളായിരിക്കും, കാരണം ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അത് കാറെടുത്തുകൊണ്ട് പോകണമെങ്കിലാണ് പാട് വിടുന്നത്. കുത്തി കയറ്റി വണ്ടിയുടെ ആൾക്കാർ. നമ്മുടെ കാറവിടെ കിടപ്പുണ്ട്. നല്ലൊരു കാറ്റുണ്ടായിരുന്നു ഇവിടെ. നമുക്ക് ഉള്ളിലേക്ക് പോവാം. എന്നിട്ട് പഴയ ഹോട്ടലാണെന്ന് തോന്നുന്നു. ഇതാണ് ഹോട്ടലിലെ റിസപ്ഷൻ. ലോബി ഇരിക്കാം. റിസപ്ഷനെ കാണാൻ വലിയ റിസപ്ഷൻ തന്നെയാണ്. ആമ്പിൾ സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഇതാണ്, നീറ്റ്ലി മെയിൻറ്റൈൻഡ് ആണ്. ലിഫ്റ്റ് കണ്ട് ഞെട്ടരുത്. ഇതാണ് നമ്മുടെ സ്റ്റെയർ കേസും ഇതാണ് നമ്മുടെ ലിഫ്റ്റ് കണ്ടാൽ ഞെട്ടരുത്. വളരെ കുഞ്ഞി ലിഫ്റ്റാണ്, ഭയങ്കര കൺജസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ 5th ഫ്ലോറിലാണ്. പഴയ മോഡൽ ലിഫ്റ്റാണ്. കഷ്ടിച്ചിട്ട് 4 പേർക്ക് നിൽക്കാം, അത്രയുള്ള ലിഫ്റ്റ്. പൂർലി മെയിൻറ്റൈൻഡ് ലിഫ്റ്റാണ്. ഹോട്ടലും അടിപൊളിയൊന്നുമില്ല, ഒരു 4 സ്റ്റാർ റേറ്റിംഗ് ഒന്നുമില്ല, ജസ്റ്റ് 2 സ്റ്റാർ കൊടുക്കാം. ലൊക്കേഷൻ ആണ്, സ്പേഷ്യസ് ആണ് കാർ പാർക്കിങ്. ബാത്റൂമൊക്കെ വളരെ മോശമാണ്. ഇവിടെ എത്തി. ഇത് 5th ഫ്ലോർ. ഇങ്ങോട്ടുണ്ട്. ആൾക്കാർ കഴിച്ചിട്ട് പ്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കാണിക്കാതിരിക്കുകയാണ് നല്ലത്. ഹൗസ് കീപ്പിംഗ് ഒക്കെ വളരെ പൂറാണ്. നമുക്ക് റൂമിലേക്ക് പോകണം. കന്യാകുമാരി എത്തി. നമുക്ക് സൺറൈസ് ഓഷ്യൻ വ്യൂ റൂം ആണ്. ഓഷ്യൻ വ്യൂ സീ വ്യൂ റൂം 506 ടോപ്പ് ഫ്ലോറിലാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ സീ വ്യൂയിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ റൂമിലേക്ക് ആയിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ റൂം. പഴയ ഹോട്ടലാണ്, പഴയ റൂമാണ്. വലിയ കട്ടിലുണ്ട്, അതാണ് ഒരു അഡ്വാൻറ്റേജ്. കൊടുക്കുന്ന പ്രൈസിനുള്ള വർത്തുള്ള റൂമൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഓക്കെ ഓവർ പ്രൈസ്ഡ് തന്നെയാണ് റൂം. ഇവിടെ നമ്മൾ സാധനം കൊണ്ടുവച്ചു. ഇവിടെ നമുക്ക് ഡ്രസ്സ് തൂക്കാണെന്ന് ചെറിയ സെറ്റപ്പുണ്ട്. കബോർഡൊക്കെ വളരെ കുഞ്ഞി കബോർഡാണ്. ഇവിടെ എത്തി. ഇതിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, കാശ് മേടിക്കുന്നത്. റൂമിൽ നോക്കി കഴിഞ്ഞാൽ സൺറൈസ് കാണാം. അതായത് അതാണ് സ്വാമി വിവേകാനന്ദ പാറ നിൽക്കുന്ന സ്ഥലം. പിന്നെ തൊട്ടിപ്പുറത്ത് തിരുവള്ളുവർ വെച്ചൊരു സ്റ്റാച്യു ഉണ്ട്. താഴെ നമുക്ക് ബോട്ട് ലാൻഡിങ് ഏരിയ കാണാം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. വേറെ ഒന്നുമില്ല ഇവിടെ.
ഇവിടെ സോക്കോളൊരു ബീച്ച് പോലും നടപ്പാലമൊക്കെ ഉണ്ട്. പുലിമുട്ടം എന്നൊക്കെ പറയുന്നത്. ഇതിനാണ് ഇവർ പ്രൈസ് 3300 രൂപയാണ് റൂമിന് മേടിച്ചത് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. ഭയങ്കര എക്സ്പെൻസീവാണ്. ഇതിന് താഴെയുള്ള റൂം ഉണ്ടെങ്കിൽ ഇതിലും മോശമായിരിക്കും. ഇത് ഞാൻ CV ചോദിച്ച് മേടിച്ചാൽ എടുക്കുമ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്ന CV ചോദിച്ച് മേടിച്ചാൽ. സമയം 6 മണിയായി. നമ്മളെത്തിയപ്പോഴത്തേക്ക് ഇവിടെ സൺസെറ്റ് കാണാൻ കുറേ 2 കിലോമീറ്റർ മാറി അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകണം. വെസ്റ്റ് സൈഡിലേക്ക് പോകണം. നമ്മൾ ഈ സൈഡിലാണ്. ഞങ്ങളെത്തി അപ്പോഴത്തേക്ക് കറക്റ്റ് 6 മണിയായി. ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് റൂമിലെത്തി. ഒരുത്തുള്ള പണി തുടങ്ങി. ബെഡ് കട്ടിൽ കൊള്ളാം. കിട്ടിയത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. കട്ടിൽ ഇത്രയും വലിയ കട്ടിൽ നമുക്ക് കിട്ടിയിട്ടില്ല. വലിയ വിസ്തരിച്ച കാട്ടില്ല. അതർവൈസ് ഈ പറയുന്നതൊന്നും റൂമിലില്ല. ഒരു കുപ്പി വെള്ളം കിട്ടി. 1 ലിറ്റർ ബോട്ടിൽ അത് തരുള്ളൂ. കെറ്റിലില്ല. കെറ്റിൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയാൽ കിട്ടി, ഇല്ല നമ്മളെ സാധനം എടുക്കണം. എന്തായാലും നോക്കട്ടെ, ഹോട്ടലിൽ റിവ്യൂ ഇട്ട് വരാം. ഇതാണ് നമ്മുടെ ബാത്റൂം. ഒരു പ്രീമിയം റൂമിൻ്റെതായ യാതൊരു ക്വാളിറ്റിയും ബാത്റൂമില്ല. അതാണ് കപ്പ്, ബക്കറ്റ്, ഷവർ. ഇത് പഴയ ഹോട്ടലാണ്, നല്ല പഴക്കമുള്ള ഹോട്ടലാണ്. അന്നത്തെ സ്റ്റാൻഡേർഡ്സ് അന്നത് ഭയങ്കര ഒരു ഹൈ ക്ലാസ് സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ ഇപ്പം കോമ്പറ്റീഷൻ ഒന്നുകൂടി ഒന്നുമില്ല. അതുകൊണ്ട് വളരെ ചെറിയ ബാത്റൂമാണ്. നമുക്ക് അടച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഷവർ കണ്ടില്ലേ, 2 ടവലും ഒരു സോപ്പും തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അങ്ങനെ കന്യാകുമാരി സൂര്യോദയം കാണാൻ വേണ്ടി വന്നു. കാത്തുനിൽപ്പ് മാത്രമായി പോയി. ഇതുവരെ സൂര്യൻ മുകളിലേക്ക് കണ്ടില്ല. നല്ല മഴക്കാറുണ്ട്. വിവേകാനന്ദ പറയും, തിരുവള്ളുവറിൻ്റെ പ്രതിമയൊക്കെ. താഴെ ഒരുപാട് പേര് സൺറൈസ് കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയാണ്. അവരുടെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റാണ് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൂപ്പൺ നോക്കാം. ഇതേ അവിടെ ആളുണ്ടോ? അവരുടെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇരുന്നു ക്ലിയർ ചെയ്യാൻ പറയാം. അതുപോലെ ബ്രെഡ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ്, പൈനാപ്പിൾ, ഇഡ്ഡലി, പൊങ്കൽ, വട, ചട്നി, പൂരി, ഭാജി, സാമ്പാർ, ഓംലെറ്റ്സ്. ഇവരുടെ ബേസ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം സ്പേസ് ഉണ്ട്, തിരക്കുണ്ട്. ഒരു പാർട്ടി ഹോൾ സെറ്റപ്പ് തന്നെ. വലിയ ഹോളുണ്ട്. ഹോള് പോലെ തന്നെ അറേഞ്ച് ചെയ്തേക്കാണ്. അത്യാവശ്യം സ്പേസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഫുഡ് ക്വാളിറ്റി അറിയില്ല. ഞാൻ റൂമിൻ്റെ സിറ്റുവേഷനും എല്ലാം വെച്ച് നോക്കുമ്പോൾ അറിയില്ല എത്ര എന്തോന്നും വീതി ചെയ്യുന്നു. നമ്മുടെ വർത്ത് ഫോർ എക്സ്പെക്റ്റേഷൻ ആണോ അതോ തീരെ മോശമാകുമോ അതോ അടിപൊളിയാകുമോ എന്നറിയില്ല. തമിഴ്നാട്ടിൽ ഫുഡിനെ കുറിച്ച് എക്സ്പെക്റ്റേഷൻ ഒരുപാടുണ്ട്. നമുക്ക് നല്ല ഫുഡ് കിട്ടുന്നത്. ലച്ചി കുമ്പി രാവിലെ പണി തുടങ്ങി. കുമ്പി ഉപ്മാവ് മതി രാവിലെ. ഉപ്മാവ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. 8:30 7:30 ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങും. 8:30
നമ്മൾ തുടങ്ങാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ജ്യൂസൊക്കെ വെച്ചിട്ടുണ്ട്. ജ്യൂസ് വെച്ചിരിക്കുന്ന പാത്രമാണിത്. ഇപ്പോൾ എന്തെങ്കിലും കഴിച്ചു നോക്കാം എങ്ങനെയാണെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ നമ്മളത് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെയാണ്, പക്ഷേ സെറ്റപ്പ് ഒന്നും തീരത്തില്ല. വലിയ കുട്ടകത്തിലാണ് ജ്യൂസൊക്കെ സെർവ് ചെയ്യുന്നത്. അവരവിടെ നിൽക്കുന്ന പയ്യന്മാർക്കും അവിടെ നിൽക്കുന്ന ആൾക്കും ഒരു താല്പര്യമില്ല ഇതൊക്കെ ചെയ്യണമെന്ന്. അവർക്കെന്തോ നമ്മുടെ ഓശാരം ചെയ്യുന്നതല്ല അവരുടെ പരിപാടികൾ. സോ ഇതിന് റേറ്റിംഗ് കൊടുക്കുമ്പോൾ രാവിലെ ചൂടുകളൊന്നും കിട്ടിയില്ല, അവർക്കൊന്നും അറിയില്ല, വൈഫൈ മോശമായിരുന്നു, ഒന്നുമില്ല. റിസപ്ഷൻ നിൽക്കുന്ന ആൾക്കാണ് അത്രയും ഇൻട്രസ്റ്റ് നമ്മൾ സംസാരിക്കാൻ, നമ്മുടെ ഗ്രീവൻസസ് കേൾക്കാനൊന്നും. എന്നാലും ഈ ഹോട്ടൽ സീ വ്യൂയിലോട്ട് ഇനി വരില്ല, ആരെങ്കിലും റെക്കമെൻഡും ചെയ്യില്ല. ഇങ്ങനെയൊക്കെയാണല്ലോ എക്സ്പീരിയൻസ് കിട്ടുന്നത്. തൊട്ടിപ്പോൾ തന്നെ ഹോട്ടൽ സീ ഫേസ് അത് കാണിച്ചിട്ടാണ്. അതാണ് ഹോട്ടൽ സീ ഫേസ്. നമ്മുടെ പാർക്കിങ് നിൽക്കണം, രാവിലെ കാണിച്ചുള്ളത്. വിവേകാനന്ദ പാർക്കൊക്കെ തിരക്കാണ്, ദൈവമേ. കാണാൻ നല്ല ഹോട്ടലൊക്കെ, കാണാൻ നല്ല മോടിയൊക്കെ ഉണ്ട്. സീ വ്യൂവിന് അത്യാവശ്യം സ്പേസും ഒക്കെ ഉണ്ട്, റൂം സ്പേസ് ഉണ്ട്. പക്ഷേ ഉള്ളിലത്തെ സെറ്റപ്പ് തീരെ മോശമാണ്. ബ്രേക്ക്ഫാസ്റ്റും ഓക്കെയാണ്, ഫുഡ് ക്വാളിറ്റി ഓക്കെയാണ്. പക്ഷേ സർവീസ് ഭയങ്കര മോശമാണ്. നമുക്കൊട്ടും ദഹിക്കാത്തൊരു കാര്യം അത്. ഫുഡ് ക്വാളിറ്റി ഓക്കെയാണ്, അടിപൊളി ഓക്കെയാണ്. അപ്പം നമ്മളിവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി ഓൺ ദ വേ കാണാം.